ജനിച്ചത് അമേരിക്കയിലായിരുന്നെങ്കിലും പഴങ്കഞ്ഞിയും ചമ്മന്തി ആയിരുന്നല്ലേ ആഹാരം. സത്യം പറയാലോ ഋതികെ, എനിക്കതൊക്കെയാ ഇഷ്ടം. അതെ, ആഹാരത്തിന് എന്തൊക്കെ വിഭവങ്ങളെന്ന് പറയാമോ? അടിയന അടുക്കള കാര്യങ്ങൾ നോക്കുന്നേ. എന്റെ അമ്മായി, എനിക്ക് രാത്രിയും കഞ്ഞിയാ ഇഷ്ടം. കറിയോ? പിണ്ടിത്തോരൻ, വാഴച്ചുണ്ട്, പയറുതോരൻ, ചീര, മുരിങ്ങയില. ശീമക്കൊന്നയുടെ ഇല ഒന്നാം തരോ? അതായാലോ? കളിയാക്കാതെ ഋതികെ, നാടനാണെങ്കിലും ചിലതൊക്കെ എനിക്കും മനസ്സിലാവും. രാജു, ഈ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അയ്യോ വിക്കി, അത് വേണ്ട, ഞാൻ ഉണ്ടല്ലോ. രാജു, മോളിലേക്ക് നോക്ക്. മോളിലേക്ക് നോക്ക് രാജു. ശരിമേ, ഇവളുടെ തലയിലെ നട്ടും പൊൾട്ടൊക്കെ ഇളകി കിടക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞിട്ടും ദീപക് എന്ന മരപ്പാഴനെ കല്യാണം കഴിക്കാൻ ഇവിടെ തയ്യാറാവോ? രാജു, ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. ആ ഏടാകൂടം പണ്ട് രാജുവിന്റെ പിറകെ നടന്ന കാര്യം നീ ഋതുമോളോട് പറഞ്ഞോ? ഇല്ല ചെറിയമ്മേ, അത് അന്ന് തീർന്നതല്ലേ. ഇനിയും ആ കണ്ണുകൊണ്ട് ഋതുവളെ കണ്ടാലോ? അത് പോട്ടെ. ശരി. രാജു, രാജു എന്നെ ഓർക്കുന്നുണ്ടോ? മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. രാജു, അന്ന് അറിവില്ലായ്മ കൊണ്ടാ ഞാൻ രാജുവിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയത്. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിന് രാജു എനിക്ക് മാപ്പ് തരണം. കഴിഞ്ഞതൊന്നും രാജു ആരോടും പറയരുത്. പറയോ? ഇല്ല. അവളെന്താ രാജുനോട് സംസാരിച്ച്? അത് ദീപകിനെ കല്യാണം കഴിച്ച് ജീവിതം തൊലക്കല്ലേ കൊച്ചെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അവള് പറയാ അവനെ കെട്ടൂന്ന്. കേട്ടട്ടെ, നമുക്കെന്താ അല്ലേ? ഇനി കുറെ നാള് ദാമ്പത്യ കലഹം കാണാം.